ഋതുട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നേ. എവിടെ പോയാലും രാവിലെ എഴുന്നേറ്റ് ആളിങ്ങനെ കുത്തിയിരിക്കും കേട്ടോ. എനിക്കൊന്ന് നമ്മുടെ വീടല്ലാതെ വേറെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇവിടെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഋതുട്ടൻ എന്താ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഇതൊന്നും പൊടിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന ആട്ടോ കായ് പൊടിച്ചെടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഋതുട്ടിന് കുറുക്കും ഉണ്ടാക്കി ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളെ ഞാനിന്ന് കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറുക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഡ്രസ്സൊക്കെ മാറിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരോടും ആൾ ഭയങ്കര ജാളി അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇറങ്ങുന്നേ ഇല്ല, അപ്പിയുടെ കൂടെ തന്നെ നടക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് അമ്മച്ചമ്മമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നട്ടെ. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണേ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി നമുക്ക് വല്യമ്മച്ചി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വല്യമ്മച്ചിയും കണ്ടതിന് ശേഷം നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് എഴുതി കേട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ മൂഡ് ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു. കരച്ചിലായിരുന്നു. വല്യമ്മച്ചിയുടെ അടുത്തോ അപ്പീൻ്റെ അടുത്തോ ആരുടെ അടുത്തും പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറണമായിരുന്നു കേട്ടോ, കാട്ടൂർ. അവിടെ കയറി ഋതുട്ടിന് വേണ്ടുന്ന കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വന്നതിന് ശേഷം ആൾ പിന്നെ കരച്ചിലായിരുന്നു കേട്ടോ. ഉറങ്ങിയപ്പോൾ ഒരു